4 പാത്രം വെച്ച് രാവിലെ തുടങ്ങിയതാ. കഴിഞ്ഞില്ലടോ തന്റെ. എന്നോട് പറഞ്ഞതാണ് പ്രായത്തിൽ മൂത്ത പെണ്ണിനെ കെട്ടരുതെന്ന്. ആ എന്റെ വാദം തെറ്റുണ്ട്. കട്ടിനെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? എടോ എനിക്ക് ഓഫീസിൽ പോണം. വല്ലതും റെഡിയായോ? അവളുടെ അമ്മൂമ്മയുടെ ഒരു ഓഫീസ്. ഓ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കിണിച്ചോണ്ട് നിന്നോണം. എടോ വല്ലതും റെഡിയായോന്ന്? ഇപ്പത്തെ റെഡി. കഴിക്കാനൊന്നും ഇല്ലേ? ഓ വരുന്നുണ്ട് കുണുങ്ങി. ഇതെന്താ പ്ലേറ്റ് ആണോ കഴിക്കണ്ടേ? ഓ മറന്ന്. എന്നാ കേറ്റി. ഇതെന്താ സുദർശന ചക്രോ? അപ്പം എന്നാ പ്ലേറ്റിൽ വെച്ചാൽ ഞാൻ അടുത്ത് കഴിച്ചോളാം. അങ്ങനെ ഇപ്പൊ താൻ കഴിക്കണ്ട. അതെ എന്നെ ചീത്ത പറയാണെന്ന് മനസ്സിലായി. ചീത്ത പറയാണെങ്കിൽ അതൊന്ന് ഇറക്കിയിട്ട് ചീത്ത പറ. അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുവരും. കുറച്ച് വെള്ളം കുടിച്ചു. അങ്ങനെ ഒന്നും ഞാൻ ചാകത്തില്ല. നീ ചാകില്ലെന്ന് എനിക്കറിയാം. എന്നെ തെക്കോട്ടെടുത്തിട്ടില്ലെന്ന് ചാകുള്ളൂ. എന്താ പ്രവർത്തിക്കുന്നത്? രാത്രി നേരത്തെ വരുവാന്ന് ചോദിക്കണായിരുന്നു. നേരത്തെ ഒന്നും വരത്തില്ല. എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടുത്തെ പണിയൊക്കെ എടുത്തിട്ടേ പിന്നെ നടുവൊടിഞ്ഞവിടെ കൂടി നടക്കുന്നുണ്ട്. ചെകുത്താൻ കയറിയ വീട്. ഇതാരോടെ കൊണ്ടുവച്ചേ? എടോ ഒന്നിങ്ങ വന്നേ. ഇങ്ങോട്ട് വാ. ഉമ്മരാനാണെന്ന് തോന്നുന്നു. ചെന്നേക്കാം. എന്ത് നല്ല കവള. തന്നോടൊരു 100 വട്ടം. എന്തിനാ അടിച്ചെന്ന് അറിയാൻ പോലെ ചോദിച്ചു. നീ കിട്ടും ചെവിന്നൊക്കെ കാറ്റ് കൊടു. ഓക്കെ. തന്നോടൊരു 100 വട്ടം പറഞ്ഞിട്ടില്ലടോ ഇങ്ങനത്തെ സാധനങ്ങൾ നടക്കുന്ന വഴിയിൽ കൊണ്ടുവന്നിട്ടരുതെന്ന്. എടുത്തോണ്ട് പോടോ. ഒന്ന് നിന്നെ. പറഞ്ഞ പണികൾ മുഴുവൻ തീർത്തേക്കണം. ഞാൻ തിരിച്ചു വരുമ്പത്തേനും. ഓ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഇളിച്ചോണ്ട് നിന്നോളും മന്ദബുദ്ധി. എന്ത് പറഞ്ഞാലും അടിയാണല്ലോ ഈശ്വര. കൊണ്ടുവച്ചേക്കാം. ചേട്ടാ അഭിനയം തുടങ്ങി. എന്താ മോളെ? ഞാൻ പോയിട്ട് വരാവേ. പോയിട്ട് വന്ന മോളെ. എന്തെങ്കിലും എടുത്ത് കഴിക്കണേ. കഴിക്കാം. എടുത്ത് തിന്ന. പണ്ടാരക്കാലമായിട്ട് തിരിച്ചു വരാണ്ടിരുന്നാ മതിയായിരുന്നു. അയ്യോ പിന്നെ ആരുടെ വരെ ആ ശല്യം ഉണ്ടാവില്ല. ദൈവമേ ഒരുപാട് പണിയുണ്ടല്ലോ. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇതൊക്കെ എന്ന് തീർക്കാനാണ്. കുറച്ച് റെസ്റ്റ് എടുക്കാം. അയ്യോ ഹലോ. ആ അല്ല യെസ്. എന്തോന്ന് കുറവുണ്ടല്ലോ. എന്തായാലും ഇടി ഉറപ്പായി. മഴക്കാറായി ഈശ്വര. ഇനി തുണിയെടുത്തില്ലെങ്കിൽ അവരെന്നെ ഇടിക്കൂല്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ എടുത്തോണ്ട് പോവും? എന്താ ഇത്? ഇവന്മാര് പിന്നെയും വേസ്റ്റ് ഇട്ടാ. എടാ ഹിന്ദിക്കാരൻ സാറേ കുത്തേ വേസ്റ്റ് പറമ്പ് നഹി മേരാ പറമ്പ് ഇനി ഏക്ക് ബാർ ഇതർ വേസ്റ്റ് ഡാലേ എൻ്റെ ഭാര്യനെ കൊണ്ട് ഞാൻ അടിപ്പിക്കും. മനസ്സിലായി? ആ അന്നേരം ഇതെന്തായിരിക്കും? വല്ല ബീഫോ വല്ല ആണായിരുന്നു. അയ്യേ അമ്പലപ്പുറമിൽ നിന്ന് കിട്ടുന്ന വാച്ച്. ആ കാണാൻ ലുക്കുണ്ട്. വാച്ചെങ്കിൽ വാച്ച്. സംഭവം എന്തായാലും കൊള്ളാം അല്ലേ? പക്ഷെ ഇത് 1.5 മണിക്കൂർ ഫാസ്റ്റാണല്ല. കുറച്ചേക്കാം. എടോ ഇവിടെ പോയില്ലേ? ദൈവമേ താനെന്തേത് തുണിയൊക്കെ എടുത്ത്? നീ പോയില്ലേ? ഞാനെവിടെ പോവാൻ? ഇതുവരെ വന്നാലേ. തന്നോടൊരു 100 വട്ടം എന്നോടൊരു 100 വട്ടം പറഞ്ഞാലേ ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിടരുതെന്ന്. എടുത്തോണ്ട് പോടോ. എന്തൊക്കെ പറഞ്ഞാലും എടുത്തോണ്ട് പോടോ. ഒന്ന് നിന്നേ. ഞാൻ പോയിട്ട് വരുമ്പോ ഇവിടത്തെ പണികൾ മൊത്തം തീർത്തേക്കണം. കേട്ടല്ലോ? ഓ ഇടച്ചോണ്ട് നിന്നാ മതിയല്ലോ. നല്ല ബുദ്ധി. ഇത് പറഞ്ഞാണല്ലോ ഓൾറെഡി. ചേട്ടാ ഞാൻ പോയിട്ട് വരാവേ.
എന്തെങ്കിലും എടുത്ത് കഴിക്കണേ. ആ കഴിക്കാം. ബൈ. ഏയ് അമ്മേ, സ്വപ്നമല്ലോ ആടാ. ഏയ് പക്ഷെ നല്ല വേദന ഉണ്ടല്ലോ അടിച്ചിട്ട്. സ്വപ്നമല്ലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ പണ്ടാരം വിളിച്ചേനെ. അമ്മേ പണ്ടാരം വിളിക്കും. ഹലോ ഹലോ. ആ എടോ ഞാൻ പോയതിനു ശേഷം താനാ സെറ്റിൽ വന്നിരിക്കുവല്ലേ? അതേ ഡയലോഗ്. എന്താ? അല്ല ഞാൻ ദേ പാത്രം കഴുകുവാ. മര്യാദക്ക് പോയി പാത്രം കഴുകണോ? അപ്പൊ ഇത് സ്വപ്നമാണ്. ഇപ്പൊ സമയം 10 വാച്ചിങ് 10 ബേണിയാക്കി നോക്കാം. ഒന്നും സംഭവിച്ചില്ലല്ലോ. വന്ന് നിന്നേ ഒന്ന് വന്നേ. ഈ വേദന എടുക്കുമോ? ഒന്ന് ഒന്നാതിടുമോ? അപ്പൊ ഇവൻ തന്നെ കാരണം. അടി വരണതിന് മുന്നേ മാറ്റാം. കഴിക്കാനോ? കഴിക്കി. സൂപ്പർ ടേസ്റ്റ്. അപ്പൊ തനിക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയോ? ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം. തിന്നിട്ടാ കേട്ടോ കേട്ടാ. ഇതെന്താ ഇവിടെ ആകെ കൂടെ ഒരു മാറ്റം? എന്തേ? അല്ല ഇവിടെ ആകെ ഒരു മാറ്റം. ഇനി അങ്ങോട്ട് മുഴുവൻ മാറ്റങ്ങളായിരിക്കും. പിന്നെ പുറത്തിറങ്ങിയിട്ട് ചേട്ടാ ഞാൻ പോണ് എന്ന് പറയാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ ഫോണിലേക്കും വിളിക്കാൻ നിൽക്കണ്ട. പാത്രം കഴുകണോ സോഫ ഇരിക്കണോ എന്നൊന്നും ചോദിക്കേണ്ട. എനിക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഞാൻ മനസ്സിൽ കണ്ടത് ഇയാളെങ്ങനെ മാനത്താണ്. ഇയാൾ പറ്റി ഇങ്ങനെ വേണ്ടിയാ? അല്ല മാങ്ങാണ്ടി. മോള് ചെല്ലി ചെല്ലി. ഇനിയാണ് എൻ്റെ കളികൾ കാണാൻ പോകുന്നത്. പാർട്ട് 2.